അപ്പോ ഇന്നലെയാണ് റയൽ മാഡ്രിഡ് വേഴ്സസ് റിയൽ ബെറ്റിസ് മത്സരം നടന്നത്. അതായത് 5-1 എന്നുള്ള സ്കോറിന് റയൽ മാഡ്രിഡ് ആ മത്സരം ജയിച്ചു കയറി. അപ്പൊ ആ ഒരു മത്സരത്തില് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫുട്ബോൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഈ കളിയിൽ വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം റിയൽ മാഡ്രിഡിന്റെ സൂപ്പർ സ്റ്റാർ കിലിയൻ എംബാപ്പെ ഇല്ല. എംബാപ്പെ ഏകദേശം 3 മാസം പരിക്കാണ്, അദ്ദേഹം കളിക്കാനുണ്ടാവില്ല. ഇനി ഈ വരുന്ന സൂപ്പർ കോപ്പ ഡി എസ്പാനയിലും റയൽ മാഡ്രിഡിന് വേണ്ടി എംബാപ്പെ കളിക്കില്ല എന്നുള്ള കാര്യം ഏകദേശം ഒക്കെ ഉറപ്പായിട്ടുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഇനി റയൽ മാഡ്രിഡ് സ്ട്രൈക്കർ ആണ്. അപ്പോഴാണ് എൻട്രിക്ക് ഏതാനും ടീമിൽ നിന്ന് പോയി ഇനിയിപ്പോ നിലവിൽ ആ ടീമിൽ ആകെ ഒരു പെർഫെക്റ്റ് നമ്പർ 9 ഉള്ളൂ, ഗോൺസാലോ ഗാർഷ്യ പറ്റി പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ കഴിഞ്ഞ ഫിഫ വേൾഡ് കപ്പില് ക്ലബ് വേൾഡ് കപ്പില് ഇതേമാതിരി എംബാപ്പയ്ക്ക് പരിക്കായപ്പോൾ വന്നിട്ട് ഏകദേശം ആ ക്ലബ് വേൾഡ് കപ്പിൽ 5 ഗോൾ അടിച്ച പ്ലെയർ ആണ്. ആ ക്ലബ് വേൾഡ് കപ്പിലെ ടോപ്പ് സ്കോറർ ആണ് ആള്. അപ്പൊ ആ ഒരു പ്ലെയറിന് ഇങ്ങനത്തെ ഒരു ഇമ്പോർട്ടന്റ് മാച്ചിൽ, അതായത് റിയൽ ബെറ്റിസ് ലാലിഗയിൽ ഏകദേശം 6-5 സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ്. അപ്പോ അവരായിട്ട് ഒരു ഇമ്പോർട്ടന്റ് മാച്ച് വന്നപ്പോ ഒരു പെർഫെക്റ്റ് നമ്പർ 9 പൊസിഷനിലേക്ക് ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് ഗാർഷ്യക്ക് കഴിഞ്ഞില്ല. പുള്ളിക്കാരുടെ ഒരു ഹാട്രിക് ആണ് അടിച്ചത്, അതും റിയൽ ബെറ്റീസിനെതിരെ. അത് പെർഫെക്റ്റ് ഹാട്രിക്, അതായത് ഒന്ന് ലെഫ്റ്റ് ഫുട്ട്, ഒന്ന് റൈറ്റ് ഫുട്ട്, ഒന്നൊരു ഹെഡർ. അതായത് ലാസ്റ്റ് ആ ഗോളൊക്കെ ഗോളർ പാസ് കൊടുത്തിട്ട് ആ ബാക്ക് ഹീൽ ഉണ്ടല്ലോ, നീസ് ഗോളായിരുന്നു. പിന്നെ അതുപോലെ തന്നെ റയൽ മാഡ്രിഡിന്റെ യൂത്ത് പ്ലെയർ അല്ല, അക്കാഡമി പ്ലെയർ ആയിട്ടുള്ള റോൾ അസെൻസിയോന്റെ നല്ലൊരു ഹെഡർ ഗോൾ. അതുപോലെ തന്നെ ലാസ്റ്റ് ഏകദേശം ഒരു 90-85 ശേഷം വന്നാണ് ഫ്രാങ്ക് ഗാർഷ്യയും അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്ക് മൻഡും. എന്നിട്ട് ആ ഒരു കോർണർ കിട്ടുന്നു, അത് കളിച്ച് ഒരു നല്ല ഗോളിലേക്ക് ലാസ്റ്റ് സമയത്തും ഒരു 4-1 5-1 ലീഡിലേക്ക് ടീമിന്റെ റയൽ മാഡ്രിഡ് എത്താൻ പറ്റിയ കാര്യം വളരെ ഒരു എന്താ പറയാ, റയൽ മാഡ്രിഡ് കുറെ കാലം ഇങ്ങനെ ഒരു കളി ജയിച്ചിട്ട് ഏകദേശം ഇതിനു മുമ്പ് കഴിഞ്ഞ സെപ്റ്റംബറിലൊക്കെയാണ് 5-0 കളി ജയിക്കുന്നത്. അത് ചാമ്പ്യൻസ് ലീഗിൽ ഉസ്ബെക്കിസ്ഥാനോ കസാഖിസ്ഥാനോ പറഞ്ഞിട്ട് ടീം ഉണ്ടായിരുന്നല്ലോ, അവരാണ് റയൽ 5-0 സ്കോറിന് തകർത്ത് വിട്ടത്. അന്ന് എംബാപ്പയ്ക്ക് ഹാട്രിക് അടിച്ചിരുന്നത്. അപ്പൊ ഏതായാലും റയൽ മാഡ്രിഡിന്റെ ഈ ഒരു വിജയം ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം നമുക്കറിയാം സാബി അലോൻസോ ആ എൽ ക്ലാസിക് വരെയുള്ള എല്ലാ മത്സരങ്ങളും ഏകദേശം അടിപൊളിയായിട്ട് പോയിരുന്നത്. ആ എൽ ക്ലാസിക് വരെയുള്ള മത്സരങ്ങളിലൊക്കെ നോക്കി 2-2 തോൽവിയുള്ള സാബിക്ക്. അത് ഒന്ന് മറ്റേ ഫിഫ ക്ലബ് വേൾഡ് കപ്പിൽ PSG-ക്കെതിരെ 4-0 തോൽവി, രണ്ടാമത്തേത് മറ്റേ ലാലിഗയിൽ 5-2 ഇവരേറ്റുള്ള തോൽവി, അത്ലറ്റിക്കോ മാഡ്രിഡിനേറ്റുള്ള തോൽവി. അപ്പൊ അതിനുശേഷം പിന്നെ പുള്ളിക്കാരൻ എന്താ പറയുക, ലാലിഗയില് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ പോലെ, അതായത് ഒരുപാട് കളി സമനിലാണോ, സെൽറ്റ വിഗോ വന്നിട്ട് സ്വന്തം ഗ്രൗണ്ടിൽ തോൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ. അപ്പൊ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ സാബി സാക്ക് ചെയ്യും. അതായത് സാബി പുറത്താക്കുന്ന സിറ്റുവേഷൻ വന്നതിന് ശേഷം ഇപ്പൊ തുടർച്ചയായി ഏകദേശം 4ാമത്തെ കളിയാണ് സാബി ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ ചാമ്പ്യൻസ് ലീഗിൽ ലിവർപൂളിനായിട്ട് മാഞ്ചസ്റ്റർ സിറ്റിയായിട്ട് ഒക്കെ പരാജയപ്പെടുകയും ചെയ്തു. അത് ലിവർപൂളിനായിട്ട് ആൻഫീൽഡ് വെച്ചായിരുന്നു, ബട്ട് മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ടുള്ള കളിയിൽ സ്വന്തം ഗ്രൗണ്ടിൽ ബെർണാബുയിൽ വെച്ച് പരാജയപ്പെട്ടു. പക്ഷെ ഇപ്പൊ തുടർച്ചയായി 4 കളി ടീം ജയിച്ചു വരുന്നുണ്ട്. അതും ഇതൊരു ഈ കളി ഒരു ടീം പെർഫോമൻസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മള് എക്കാലം ആഗ്രഹിച്ചൊരു ഇതുണ്ടല്ലോ, നമ്മള് ഒരു ടീമായിട്ട് കളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ട്. ആ ഒരു പെർഫോമൻസ് ഏതായാലും ഈ കളിയിൽ വെക്കാൻ പറ്റിയതാണ്. ഇതിന് മുമ്പത്തെ കളിക്ക് നോക്കാം, എംബാപ്പന്റെ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് കൊണ്ടായിരുന്നു പലപ്പോഴും ആ ടീം ജയിച്ചു കയറിയത്. എംബാപ്പ ഒരു പ്രോപ്പർ നമ്പർ 9 അല്ല, എന്നിട്ടും പുള്ളിക്കാരനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ടീമിനെ സഹായിച്ചത് കൊണ്ടാണ് ടീം ജയിച്ചു വരുന്നത്. പക്ഷെ ഇന്നത്തെ കളി നല്ല അടിപൊളി കളിയായിരുന്നു. അതിൽ 5 ഗോൾ അടിക്കുമ്പോൾ റോഡ്രിഗോക്ക് 2 അസിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ വാൽവർദേക്ക് 2 അസിസ്റ്റ് ഉണ്ട്, പിന്നെ ഒരു അസിസ്റ്റ് ഗോളറിനുണ്ട്. പിന്നെ ഡിഫൻസിൽ ഇപ്പോഴും പ്രോപ്പർ ആയിട്ടുള്ള ഡിഫൻസ് വന്നിട്ടില്ല, മിസ്റ്റേക്കുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ ഒരു 2 നല്ല ചാൻസ് കിട്ടിയത് റിയൽ ബെറ്റിസിന്. അതിൽ ഒന്നൊരു കോർണർ എടുത്തത് എല്ലാവരും പുറത്തു പോയി എന്ന് വിചാരിച്ച പന്ത് സൈഡ് ബാറിൽ തട്ടി പുറത്തു പോയത്. അതുപോലെ തന്നെ ഒരു അടിപൊളി ഒരു ഔട്ട്സൈഡ് ബോക്സ് കിഞ്ചൽ സാധനം, ഒരു കറക്റ്റ് ടോപ്പ് കോർണർ വന്ന സാധനം ജസ്റ്റ് മിസ്സിനാണ് റയൽ വെച്ചിലായത്. അപ്പോ ഇതൊക്കെയാണ് ഈ കളിയെ പറ്റി ഒരു ചുരുക്കമായിട്ട് പറയാനുള്ളത്. പിന്നെ റയൽ മാഡ്രിഡിന്റെ ഓവറോൾ പെർഫോമൻസ് എടുത്ത് നോക്കിയെങ്കിൽ അത്യാവശ്യം എല്ലാവരും നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. പിന്നെ മിഡിലും പന്ത് കൺട്രോൾ ചെയ്യുന്നുണ്ട്, പന്ത് പ്രൊട്ടക്ട് ചെയ്ത് കളിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും കളി ജയിച്ചെങ്കിൽ പോലും പല രീതിയിലും ടീമിന് ഇമ്പ്രൂവ്മെന്റ് വരാറുണ്ട്. പക്ഷെ ഒരു ലീഗ് മത്സരം ഏറ്റവും ഇമ്പോർട്ടന്റ് കളി ജയിക്കാൻ 3 പോയിന്റ് നേടുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ എംബാപ്പെ ഏകദേശം 3 ആഴ്ച കഴിയുമെന്നാണ് നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ. റിയൽ ബെറ്റിസിന്റെ സൈഡ് എടുത്തൊക്കെ അവർ പലപ്പോഴും കോൺട്ര അറ്റാക്കുകൾ നടത്തിയിരുന്നു. അതിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക്, ഷൂട്ട് പെർഫെക്ഷൻ വരാത്തതുകൊണ്ട് ചില ഷോട്ടുകളൊക്കെ അവർ എടുത്തിരുന്നു. പക്ഷെ ഒക്കെ ഒരു നിയർ ഗോൾ കീപ്പറാണ്, അതായത് കുർട്ടോൻ അറിയാലോ, അത്യാവശ്യം നല്ല ഹൈറ്റുള്ള പ്ലെയറാണ്. അപ്പൊ പുള്ളിക്കാരന് കയ്യോ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഡൈവ് ചെയ്യാനുള്ള ഒരു ഏരിയക്കാണ് അധികം പന്തൊക്കെ പോയത്. അപ്പോ ഇതൊക്കെയാണ് റിയൽ മാഡ്രിഡ് വേഴ്സസ് റിയൽ ബെറ്റിസ് മത്സരത്തെ പറ്റിയുള്ള അനാലിസിസ്. അപ്പൊ ഈ ഒരു കളിയെ പറ്റിയുള്ള നിങ്ങളുടെ നിഗമനങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ താഴെ കമന്റിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫുട്ബോൾ കാര്യങ്ങൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക.